ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 6th ചാപ്റ്ററിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ. ഈ സെക്ഷനിൽ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിന്റെ കൂടെ നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പം 3 കാര്യങ്ങൾ നമുക്ക് ഓരോരോ ചെറിയ ചെറിയ സെക്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഞാനിവിടെ 2 ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഒന്നാമത്തെ ഗ്രാഫില് നമ്മുടെ ഈ ഫംഗ്ഷൻ ഇങ്ങനെ കൂടി 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 പോയിട്ട് ഇപ്പൊ സി എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റില് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് നോക്കിക്കേ, ഈ സി നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈനിലുള്ള ബാക്കി എല്ലാ പോയിന്റ്സിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് സി. ഈ സി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ആ ഫംഗ്ഷന്റെ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടുന്ന് കൂടി ഇവിടെ വരെ വന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുറഞ്ഞു വരികയാണ് ചെയ്തത്. അതായത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് x ഈക്വൽ ടു സി തന്നെയാണ് നമ്മൾ എഫ് ഓഫ് സി എന്ന് വിളിക്കുക. അപ്പൊ എഫ് ഓഫ് സി ബാക്കി ഇതിന്റെ ഡൊമൈനിലുള്ള ബാക്കി എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഫംഗ്ഷന് കിട്ടുന്ന വാല്യൂവിനേക്കാൾ വലുതാണ്. അതായത് ഈ എഫ് ഓഫ് സി ഇസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ. ഐ എന്ന് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഫംഗ്ഷന്റെ ഡൊമൈനിനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ സി എന്ന് പറയുന്നത് ബാക്കി എല്ലാ എക്സുകളിലും ഫംഗ്ഷൻ കിട്ടുന്ന വാല്യൂവിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഓഫ് സി ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ്. ആൻഡ് എങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കുള്ള ഒരു പോയിന്റ് ഉണ്ട് അല്ലെ, ആ പോയിന്റ് നമ്മൾ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ എന്ന് വിളിക്കും. എഫ് ഓഫ് സി ഇസ് ദ മാക്സിമം വാല്യൂ ഓഫ് എഫ്. F and C is the point of maximum value. സിമ്പിൾ ആണ് കേട്ടോ, ഇപ്പൊ കേൾക്കുന്നത് പോലെ ഒന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻ. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ an interval. ഐ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇന്റർവെല്ലിൽ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ there exists a point C such that, ഇനി ആ സിയുടെ പ്രത്യേകത എന്താണ്, ആ സിയില് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ബാക്കി എല്ലാ എക്സ് വാല്യൂവിൽ കിട്ടുന്നതിനേക്കാൾ വലുതാണെങ്കിൽ എഫ് ഓഫ് സിയെ നമ്മൾ എന്തെന്ന് പറയും, ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയും. ഈ പർട്ടിക്കുലർ പോയിന്റ് സിയെ നമ്മൾ ആ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മിനിമത്തിനെ കുറിച്ച് എന്ത് പറയാം, തൊട്ട് താഴെ കിടക്കുന്ന ഗ്രാഫിൽ നമ്മൾ നോക്കിയാൽ മതി. ഈ ഗ്രാഫില് നമ്മുടെ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ ഫംഗ്ഷന്റെ വാല്യൂ ഇങ്ങനെ കൂടി കൂടി കുറഞ്ഞു വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ കൂടാൻ തുടങ്ങും അല്ലെ. അപ്പൊ ഈ വാല്യൂവിനെ നമ്മൾ സി എന്ന് വിളിച്ചാൽ ആ വാല്യൂവിലായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ ഏറ്റവും കുറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും, there exists a point C such that f of c greater than f of x for all x I എന്നതിന് പകരം f of c യുടെ പ്രത്യേകത എന്താണ്, ഇവിടെ f of c എല്ലാ പോയിന്റ്സ് ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കിട്ടുന്ന വാല്യൂവിനേക്കാൾ ചെറുതാണ്. അപ്പം f of c less than f of x for all x belongs to I. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഫ് ഓഫ് സി എന്ന് വിളിക്കുമായിരിക്കും ഇസ് ദ മിനിമം വാല്യൂ ഓഫ് എഫ്. മിനിമം വാല്യൂ ഓഫ് എഫ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ സിയെ നമ്മൾ എന്ന് വിളിക്കും, സി ഇസ് ദ പോയിന്റ് ഓഫ് മിനിമം വാല്യൂ, പോയിന്റ് ഓഫ് മിനിമം വാല്യൂ ഓഫ് എഫ്. അപ്പൊ അത് കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എഴുതിയത്. അതായത് നമ്മുടെ ഫംഗ്ഷന് മാക്സിമം വാല്യൂ തരുന്ന പോയിന്റിനെ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ എന്ന് വിളിക്കും. ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താണോ അല്ലെങ്കിൽ ഫംഗ്ഷന് കിട്ടുന്നത് എന്താണോ അതിനെ നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വിളിക്കും. അതേസമയം നേരെ തിരിച്ചാണെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ തരുന്ന പോയിന്റിനെ നമ്മൾ പോയിന്റ് ഓഫ് മിനിമം വാല്യൂ എന്ന് വിളിക്കും. ആ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂനെ നമ്മൾ മിനിമം വാല്യൂ ഓഫ് എഫ് എന്ന് വിളിക്കും. ഇനി നമ്മുടെ ഫംഗ്ഷന് ഈ കിട്ടുന്ന ഈ വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം വാല്യൂസ്. ഇത് ഏതെങ്കിലും ഏറ്റവും കൂടിയത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ എക്സ്ട്രീംസ് ആണ് നമ്മൾ പറയും അല്ലെ. അപ്പൊ ഏറ്റവും കൂടിയ വാല്യൂ അല്ലെങ്കിൽ കുറഞ്ഞ വാല്യൂ തരുന്ന പോയിന്റ് നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന പേരാണ് എക്സ്ട്രീം പോയിന്റ്.
എക്സ്ട്രീം പോയിന്റ്. അപ്പൊ എക്സ്ട്രീം പോയിന്റിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഒന്നെങ്കിൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ തരുന്ന ഫംഗ്ഷന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ തരുന്ന ആ പോയിന്റിന് പറയുന്ന പേരാണ് എക്സ്ട്രീം പോയിന്റ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ഡൊമൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡൊമൈൻ നമുക്കറിയാം സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. എല്ലാ റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ അല്ലെങ്കിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിന് മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാകും? ഈ 0 എന്ന് പറയുന്ന പോയിന്റില് ഫംഗ്ഷന്റെ വാല്യൂ ഏറ്റവും ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഇപ്പൊ പോയിന്റ് ഓഫ് മാക്സിമം ആണ് നമുക്കുണ്ടെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന ഫംഗ്ഷന് മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ നമുക്ക് ഈ പോയിന്റില് 0-യില് പോയിന്റ് ഓഫ് മിനിമം വാല്യൂ, മിനിമം എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂവും 0 ആണ്. ബാക്കി പോസിറ്റീവും നെഗറ്റീവും എക്സുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ കൂടി കൂടി പോവുള്ളൂ എന്ന് നമുക്കറിയാം. ഇപ്പൊ ഈ ഫംഗ്ഷന് നിലവിൽ മാക്സിമം വാല്യൂ ഉണ്ടോ? ഇപ്പൊ ഇതിന് ശരിക്കും മാക്സിമം വാല്യൂ ഇല്ല. അപ്പൊ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാക്സിമം വാല്യൂ പിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയേണ്ടി വരും? ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഏത് മാക്സിമം വാല്യൂ എടുത്തു കഴിഞ്ഞാലും അതിന് മുകളിൽ ഈ ഫംഗ്ഷൻ ഉണ്ട് അല്ലെ. ഫംഗ്ഷൻ അതിന് മുകളിൽ ഡിഫൈൻഡ് ആണ്. ഇനി ഈ ഫംഗ്ഷനെ എങ്ങനെ നമുക്ക് മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിലാക്കാം? നമുക്ക് വേണമെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഒന്ന് ചെറുതാക്കാം, റെസ്ട്രിക്ട് ചെയ്യാം. നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഡൊമൈൻ റെസ്ട്രിക്ട് ചെയ്ത് ഓർക്കുന്നില്ല. അതുപോലെ നമുക്ക് നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈൻ വേണമെങ്കിൽ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാം. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിഫൈൻഡ് ഫ്രം ക്ലോസ്ഡ് ഇന്റർവൽ ഒരു -2 to 2 എന്നോ ഇങ്ങനെ ഈ ഫംഗ്ഷനെ എങ്ങനെ ഡിഫൈൻ ചെയ്താൽ അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്താൽ നമ്മുടെ ഫംഗ്ഷൻ അപ്പൊ എന്തുവരെ ഉണ്ടാവുള്ളൂ? നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ വെച്ച് തീരും. അതിനുശേഷം അതിന്റെ മേളിലേക്ക് ഫംഗ്ഷൻ ഇല്ല. അപ്പൊ ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫംഗ്ഷൻ ഒരു ലോക്കൽ മാക്സിമം നമ്മുടെ ഫംഗ്ഷൻ ഒരു മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാക്സിമം വാല്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈൻ അനുസരിച്ച് ഫംഗ്ഷന് 2 പോയിന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? മാക്സിമം വാല്യൂ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 4 അറ്റ് ദി പോയിന്റ്സ്. ഏതൊക്കെയാണ് പോയിന്റ്സ് വരിക? അല്ലെങ്കിൽ പോയിന്റ് ഓഫ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ഏതൊക്കെ വരും? എക്സ് ഇസ് ഈക്വൽ ടു -2 and 2. 2-ലും -2-ലും ഫംഗ്ഷന്റെ വാല്യൂസ് മാക്സിമം ആണ്. ഓക്കെ. ഇപ്പൊ നിലവിൽ ഈ ഫംഗ്ഷനെ കുറിച്ച് എന്ത് പറയാം? ഇതിന് മാക്സിമം ഉണ്ട്, മിനിമവും ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഡൊമൈനെ എങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഒരു ക്ലോസ്ഡ് ഇന്റർവൽ ആയിട്ടാണ് റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ വന്നു കഴിഞ്ഞപ്പോ ഇതിന് മാക്സിമവും മിനിമവും വന്നു കഴിഞ്ഞു. ഇനി ഇതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളതിന്റെ സ്ഥാനത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത് വിചാരിക്കാം. മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം. ഇതാണ് അല്ലേ നമുക്ക് മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫ് വരിക. ഇപ്പം ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഇങ്ങോട്ട് പോകും, 2 സൈഡിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അപ്പൊ ഈ ഗ്രാഫിൽ നോക്കിയാലും നമുക്കറിയാം ഈ ഫംഗ്ഷന് മാക്സിമത്തെ കുറിച്ച് പറയുന്നതിന് മുൻപ് മിനിമം അല്ലെ. എക്സ് ഈക്വൽ ടു 0-യിലാണ് ഈ ഫംഗ്ഷന്റെ ഏറ്റവും ചെറിയ വാല്യൂ. എക്സ് ഈക്വൽ ടു 0-യില് ഫംഗ്ഷന്റെ വാല്യൂ 0 തന്നെയാണ്. മോഡുലസ് ഓഫ് 0 ഇസ് ഈക്വൽ ടു 0. ഇനി ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂവിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിന് മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നമുക്ക് ഈ ഫംഗ്ഷനും മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. ഇനി ഇതിന് മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെയും ഡൊമൈൻ ജസ്റ്റ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും റെസ്ട്രിക്ട് ചെയ്യാം. ക്ലോസ്ഡ് ഇന്റർവൽ ഒരു -1 2 എന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ എവിടെ വരും? -1ന്റെ അതായത് ഇത്രയും വരും. ഫംഗ്ഷൻ ഇതിനും ഇടയ്ക്ക് കിടക്കും. 2-ൽ കൂടിയാണ് കേട്ടോ പോകേണ്ടത്. -1നും 2-നും ഇടയിൽ കിടക്കും. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ നമുക്കറിയാം. എക്സ് ഇസ് ഈക്വൽ ടു 2-ൽ വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ 2 വരും. -1-ലാണെങ്കിൽ 1 ആണ് വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്
2 ആണ് അറ്റ് എക്സ് ഈക്വൽ ടു 2. നമ്മുടെ ഫംഗ്ഷൻ ഇപ്പൊ നിലവിൽ എന്തായി, മാക്സിമവും മിനിമവും ഉള്ള ഫംഗ്ഷനായി. എങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ഫംഗ്ഷന്റെ ഡൊമൈനെ നമ്മളൊന്ന് ആ ക്ലോസ്ഡ് ഇന്റർവെല്ലിലേക്ക് റെസ്ട്രിക്ട് ചെയ്തപ്പോൾ. ഇനി നമ്മൾ ഈ ക്ലോസ്ഡ് ഇന്റർവെൽ എന്നുള്ളതിന് പകരം ഓപ്പൺ ഇന്റർവെൽ ആണ് എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ നമ്മൾ അല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ നമുക്ക് എടുത്ത് നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഈ ഫംഗ്ഷൻ ഏതാണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് അല്ലെ. ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഞാൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. ഞാൻ ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാണ്. റെസ്ട്രിക്ട് ചെയ്ത് ഞാൻ ഈ ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. അതായത് ഫംഗ്ഷന്റെ ഡൊമൈൻ ആയിട്ട് ഓപ്പൺ ഇന്റർവെൽ 0 to ഓപ്പൺ ഇന്റർവെൽ 0 to ഞാൻ എടുത്തു. അതായത് 0 ഇല്ല, നമ്മുടെ ഡൊമൈനിൽ 0 ഇല്ല, 2 ഇല്ല, അതിനിടയിലുള്ള വാല്യൂസ് ആണ് ഇതിന്റെ ഡൊമൈൻ ആയിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂവിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിനൊരു മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കേ. 0 ഇല്ല, 0യുടെ തൊട്ടടുത്തുള്ള ഒരു വാല്യൂ ആണ് ഇതിന്റെ ഡൊമൈനിൽ വരിക. ആ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന എക്സ് വാല്യൂ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ 0 പ്ലസ് ആ എക്സ് വാല്യൂ ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ബൈ 2 എന്ന് പറഞ്ഞ മറ്റൊരു വാല്യൂ അതിനേക്കാൾ 0യുടെ അടുത്തുള്ളതായിട്ട് നമുക്ക് കിട്ടും. അപ്പൊ അതിനേക്കാൾ ചെറുതായിട്ട് വേറൊരു വാല്യൂ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന് മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് മിനിമം വാല്യൂവും മിനിമം വാല്യൂ, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? ഇതിന്റെ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, ആ 2വിന് തൊട്ട് മുമ്പായിട്ട് 2വിനോട് ക്ലോസർ ആയിട്ട് എത്ര ക്ലോസർ ആയിട്ട് നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതിനിടയിൽ 2വിനും ആ വാല്യൂവിനും ഇടയ്ക്ക് ഈ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂവിന്റെ റൈറ്റില് 2വിനോട് വീണ്ടും അടുത്ത് വരത്തക്ക രീതിയിൽ വീണ്ടും നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് ക്ലോസ്ഡ് ഇന്റർവെലിന്റെയും ഓപ്പൺ ഇന്റർവെലിന്റെയും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ബൗണ്ടറി പോയിന്റ് ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ അതിനിടയിൽ എത്ര പോയിന്റ്സ് ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് ഈ ഫംഗ്ഷനെ ഈ ഒരു രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്താൽ ഈ ഫംഗ്ഷൻ നമുക്ക് എന്തൊക്കെയില്ല, മാക്സിമവും ഇല്ല, മിനിമവും ഇല്ല. അതേസമയം നമുക്ക് ഇതിനെ മാക്സിമം മിനിമം വരത്തക്ക രീതിയിൽ ആക്കണമെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, ഇതിന്റെ ഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്ത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to എന്നാക്കിയാൽ, ഇതിനെ റീഡിഫൈൻ ചെയ്താൽ, റെസ്ട്രിക്ട് ചെയ്യാൻ ഇവിടെ ചെറുതാക്കുമല്ല വലുതാക്കുകയാണ് ചെയ്തത്. അപ്പൊ റീഡിഫൈൻ ചെയ്ത് ക്ലോസ്ഡ് ഇന്റർവെൽ 0 to എന്നാക്കിയാൽ നമുക്ക് ഈ ഫംഗ്ഷന് മാക്സിമം വാല്യൂ 2ഉം മിനിമം വാല്യൂ 0 ആണെന്ന് പറയാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആയതുകൊണ്ടാണ് കേട്ടോ. മാക്സിമം വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 2ലാണ്. എക്സ് ഈക്വൽ ടു 2ല് ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 2 തന്നെയാണ്. അതുപോലെ തന്നെ മിനിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റ് എക്സ് ഈക്വൽ ടു 0ലാണ്. അപ്പൊ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം നമ്മൾ ഈ ഒരു രീതിയിൽ റീഡിഫൈൻ ചെയ്താൽ. അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫംഗ്ഷൻ അത് ഏത് ഇന്റർവെല്ലിലാണോ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഇന്റർവെല്ലില് നമ്മൾ ഇതിനു മുമ്പ് മാക്സിമത്തിനും മിനിമത്തിനും പറഞ്ഞ ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിൽ ഒരു സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിച്ചാലാണ് അതിനെന്തുള്ളൂ, ആ മാക്സിമവും മിനിമം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്തോളുക. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ പ്രത്യേകതയുണ്ട്. ഈ ഫംഗ്ഷൻ നോക്കിക്കേ, ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പഠിച്ചതാണ്. റേറ്റ് ഓഫ് ചേഞ്ചിന് ശേഷം തൊട്ടടുത്ത സെക്കൻഡ് സെക്ഷനിൽ പഠിച്ചതാണ് ഇൻക്രീസിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റോട്ട് പോകുന്നതോറും ഫംഗ്ഷന്റെ വാല്യൂ കൂടിക്കൂടിയാണ് വരിക. അപ്പൊ ഇത് ഇൻക്രീസിങ് മാത്രമാണ്. ഇതിന് തൊട്ട് മുമ്പ് വരച്ച ഫംഗ്ഷൻസിന്റെ ഒക്കെ ഗ്രാഫ് ഒന്ന് കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടുക അല്ലെങ്കിൽ കൂടിയിട്ട് കുറയുക, ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഗ്രാഫുകളായിരുന്നു അല്ലേ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇൻക്രീസിംഗ് മാത്രം, അല്ലെങ്കിൽ ഡിക്രീസിംഗ് ആണെങ്കിൽ ഡിക്രീസിംഗ് മാത്രമായിട്ട് വരുന്ന ഫംഗ്ഷൻസിന് പറയുന്ന പേരാണ് മോണോടോണിക് ഫംഗ്ഷൻസ്. That is a function which is either increasing or decreasing. ഒന്നെങ്കിൽ increasing ആയിരിക്കും അല്ലെങ്കിൽ decreasing ആയിരിക്കും. ആ ടൈപ്പ് ഫംഗ്ഷന് പറയുന്ന പേരാണ് മോണോടോണിക് ഫംഗ്ഷൻ. ഇനി നമ്മുടെ കയ്യിലുള്ള ഒരു ഫംഗ്ഷൻ മോണോടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ കൂടെ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിലും കൂടിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് അതിന്റെ മാക്സിമവും മിനിമവും അറ്റ്ലീസ്റ്റ് 1 പോയിന്റിൽ അറ്റൈൻ ചെയ്യും എന്ന് നമുക്ക് പറയാം. അതായത് ഇത്രേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു മോണോട്ടോണിക് ഫംഗ്ഷൻ ആണെങ്കിൽ, മോണോട്ടോണിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലെ, ഒന്നെങ്കിൽ ഇൻക്രീസിംഗ് മാത്രമായിരിക്കണം
അല്ലെങ്കിൽ ഡിക്രീസിങ് മാത്രമായിരിക്കണം. ഇങ്ങനെയൊന്നും ഇരിക്കുന്ന ഫംഗ്ഷൻസ് വരാൻ പാടില്ല. ഇങ്ങനെയും ഇങ്ങനെയൊന്നും ഇരിക്കുന്ന ഫംഗ്ഷൻ വരാൻ പാടില്ല. ഇവിടെ നമുക്ക് കൂടിയിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അത് ഇൻക്രീസിങ്ങും പിന്നെ ഡിക്രീസിങ്ങും ആയിട്ടുണ്ട് അല്ലേ. ഇവിടെ ആണെങ്കിൽ കുറഞ്ഞിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മോണോട്ടോണിക് ഫംഗ്ഷൻ അല്ല. ഒരു ഡയറക്ഷനിൽ മാത്രം ഗ്രോത്ത് ഉള്ള ഫംഗ്ഷനെയാണ് നമ്മൾ മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫംഗ്ഷൻ മോണോട്ടോണിക് ആണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലിലും കൂടിയാണെങ്കിൽ അത് ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലോസ് ഇന്റർവെലിന്റെ ബൗണ്ടറി പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമവും മിനിമം വാല്യൂസ് അറ്റൈൻ ചെയ്യും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി. നമുക്ക് ഇതിന്റെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പം ക്ലോസ്ഡ് ഇന്റർവെൽ എന്നുള്ള രീതിയിൽ പറഞ്ഞാല് ക്ലോസ്ഡ് ഇന്റർവെൽ 0-2 ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുക. അതായത് f(x) = x എന്ന് പറയുന്ന ഫംഗ്ഷനാണിത്. അപ്പൊ ഇത് മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ്. ഒരു സൈഡിലേക്ക് ഇത് ഗ്രോത്ത് ഉള്ളൂ. f(x) = x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ അങ്ങ് പോവുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഇവിടുന്ന് താഴെ നിന്നാണ് വരിക. അപ്പൊ ഈ 0-2 എന്ന് പറയുന്ന ഇന്റർവെൽ ഇത് ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിലാണ് ഈ മോണോട്ടോണിക് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിന്റെ മിനിമം വാല്യൂ ഒരു പോയിന്റിന്റെ മിനിമം വാല്യൂ അടുത്ത പോയിന്റില് ക്ലോസ് ഇന്റർവെല്ലിന്റെ ബൗണ്ടറി പോയിന്റ്സിൽ ഇതിന്റെ മാക്സിമം മിനിമം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യും. ആ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോളാം. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷന്റെ മിനിമം വാല്യൂ 0-ലും മാക്സിമം വാല്യൂ 2-ലും വരും. f(x) = -x എന്നാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പോകും അല്ലേ. ഇവിടെ ഫംഗ്ഷൻ -1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0, x = 1 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -1. ഈ ഒരു രീതിയിൽ പോകും. ഇതും മോണോട്ടോണിക് ഫംഗ്ഷൻ ആണ്, ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ചെറിയ വാല്യൂവിലായിരിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. എക്സ് ചെറുതായിരിക്കുമ്പോഴായിരിക്കും മാക്സിമം വാല്യൂ എക്സിസ്റ്റ് ചെയ്യുക. ആ ഒരു കാര്യം ഒന്ന് ഓർത്തോളുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫംഗ്ഷൻ മോണോട്ടോണിക്കും ഡിഫൈൻ ചെയ്യപ്പെട്ടുള്ള ഒരു ക്ലോസ്ഡ് ഇന്റർവെല്ലും ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ ബൗണ്ടറി പോയിന്റ്സിൽ പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ. ആ ബൗണ്ടറി പോയിന്റ്സിൽ നമ്മുടെ ഫംഗ്ഷന്റെ മാക്സിമവും മിനിമം വാല്യൂസ് അറ്റൈൻ ചെയ്യും. ഫംഗ്ഷൻ അതിന്റെ മാക്സിമം മിനിമം വാല്യൂസ് അറ്റൈൻ ചെയ്യും. അപ്പൊ ആദ്യത്തെ വാല്യൂല് മിനിമവും രണ്ടാമത്തെ വാല്യൂല് മാക്സിമം ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അത് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി നോക്കിക്കേ, നമ്മുടെ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് മോണോട്ടോണിക്കും അല്ല, നമ്മുടെ കയ്യിലൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണുള്ളതെന്ന് വിചാരിക്കുക. മോണോട്ടോണിക് ഒന്നും അല്ല. ഇതാണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇനി ഞാനിതൊരു പർട്ടിക്കുലർ ഇന്റർവെല്ലിലാണ് കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും ഈ ഫംഗ്ഷൻ ഇതിന്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസ് അറ്റൈൻ ചെയ്തിരിക്കും. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് മാക്സിമവും മിനിമം ഉണ്ടായിരിക്കും. എവിടെയാണെന്ന് പറയുന്നില്ല. മോണോട്ടോണിക് ആണെങ്കിൽ അതിന്റെ എൻഡ് പോയിന്റ്സിലായിരിക്കും അതിന്റെ മാക്സിമം മിനിമം വരിക. ഇനി ഇത് നമ്മൾ എടുക്കുന്ന ഏതൊരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ മാക്സിമം മിനിമം വാല്യൂസ് അതിനിടയിൽ അത് അറ്റൈൻ ചെയ്തിരിക്കും. അത്രയും ഒന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, ഈ ഫംഗ്ഷന്റെ മാക്സിമം വാല്യൂ വരുന്ന എവിടെയൊക്കെ ആയിരിക്കും? ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും ഒക്കെ ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് ഇതിനെ ഡെറിവേറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ഇനി ഇതിനിപ്പോ മാക്സിമം വാല്യൂ ഇപ്പൊ ഇത് ഒരേ ലെവലിലായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്, ഇവിടെ ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. അത് രണ്ടും സെയിം ആയിരിക്കണം എന്നും നിർബന്ധമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു മാക്സിമം വാല്യൂ ഈ ഭാഗത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മാക്സിമം വാല്യൂ ഇത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള മാക്സിമം വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ലോക്കൽ മാക്സിമം. ഇതിനെ നമ്മള് ലോക്കൽ മാക്സിമം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എന്തെന്ന് പറയായിരിക്കും? ഇനി ഇത് ഇതുപോലെ താഴോട്ടും കൂടി ഉണ്ട്, ഇതുപോലെ ഇവിടെ താഴെയും വരാം അല്ലെ. ഇതൊരു വേവ് ഫംഗ്ഷൻ ഒക്കെ പോലെ ഇരിക്കും. അപ്പൊ ഇവിടെ ഇതിനൊരു മിനിമം ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മള് ലോക്കൽ മിനിമം എന്ന് വിളിക്കും. ലോക്കൽ മിനിമം എന്ന് വിളിക്കും. അപ്പൊ ഈ ഫംഗ്ഷൻ ഇവിടെ ഒന്നിലധികം ലോക്കൽ മാക്സിമംസും ഒന്നിലധികം ലോക്കൽ മിനിമം വാല്യൂസും വരാം. ഒരു ഫംഗ്ഷൻ തന്നെ ഒരേ സമയം ഒന്നിലധികം ലോക്കൽ മാക്സിമം ഒരേ സമയം തന്നെ ഒന്നിലധികം മിനിമം വാല്യൂസും വരാം. ഇനി എന്തിനെയാണ് ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് നോക്കാം. ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമത്തിന്റെ കണ്ടീഷൻ എന്താണ് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഇതൊരു പോയിന്റ് സി ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ പോയിന്റില് നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ഇപ്പൊ സി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇപ്പൊ സിയെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ സി - h, c + h, അതായത് ഒരു
സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി സി നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുക, ആഡ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ സി എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഇതിനിടയിലുള്ള എല്ലാ വാല്യൂസും എടുത്ത് എല്ലാ എക്സുകളും എടുത്താൽ എക്സ് ബിലോങ്സ് ടു സി മൈനസ് എച്ച് സി പ്ലസ് എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ എടുത്തിട്ട് ആ ഓപ്പൺ ഇന്റർവെല്ലിലെ എല്ലാ എക്സുകളും എടുത്താൽ എഫ് ഓഫ് സി ആണ് ഈ പറയുന്ന എല്ലാ എഫ് ഓഫ് എക്സുകളെക്കാളും വലുതെങ്കിൽ എഫ് ഓഫ് സി എ നമ്മൾ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇവിടെ ഒരു മാക്സിമം വാല്യൂ വരുന്നുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇതിന് ഈ ഫംഗ്ഷൻ ഒന്നിലധികം മാക്സിമം വാല്യൂസ് പല സ്ഥലങ്ങളിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മാക്സിമം വാല്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു രീതിയിൽ വരുന്നതിനെ നമ്മൾ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം എന്നൊക്കെ വിളിക്കാം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ആ വാല്യൂവിനെ അല്ലെങ്കിൽ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്തിട്ട് ആ ഓപ്പൺ ഇന്റർവെല്ലിലെ ഫംഗ്ഷന്റെ വാല്യൂ നോക്കുക. അതിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കുക. ആ ഓപ്പൺ ഇന്റർവെല്ലിലെ എല്ലാ എക്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സുകൾ എഫ് ഓഫ് സിയേക്കാൾ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ എഫ് ഓഫ് സി ആണ് ഈ പറയുന്ന വാല്യൂസിനേക്കാൾ ഒക്കെ വലുതെങ്കിൽ നമ്മൾ എന്ത് പറയും? എഫ് ഓഫ് സി ഇസ് ദ ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ആൻഡ് സി ഇസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം. അങ്ങനെയാണ് നേരെ തിരിച്ച് ലോക്കൽ മിനിമത്തിന്റെ എങ്ങനെ പറയാം? എഫ് ഓഫ് സി ഇപ്പൊ ഈ പറയുന്ന പോയിന്റിനെ സി ആയിട്ട് എടുത്ത് സി എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോൾ ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്താൽ എഫ് ഓഫ് സി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു സി മൈനസ് എച്ച് സി പ്ലസ് എച്ച്. ഈ സി എ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോൾ ഓപ്പൺ ഇന്റർവെല്ലിലെ എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ എഫ് ഓഫ് സിയേക്കാൾ വലുതാണെങ്കിൽ അല്ലെങ്കിൽ എഫ് ഓഫ് സി ആണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ എഫ് ഓഫ് സി എ ലോക്കൽ മിനിമം വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയും. സി എ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം എന്ന് പറയും. അപ്പൊ ഇതാണ് ലോക്കൽ മാക്സിമത്തിന്റെയും ലോക്കൽ മിനിമത്തിന്റെയും ഒക്കെ ഒരു പ്രത്യേകത. പക്ഷെ നമുക്ക് ഇങ്ങനെ ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ഇതിനെ ഇനി ഡെറിവേറ്റീവിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിക്കേ. ഈ ഒരു ഫംഗ്ഷന്റെ ഗ്രാഫിലെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന പോയിന്റ് ആണ് അല്ലെ, ഏറ്റവും മേളിൽ കിടക്കുന്ന പോയിന്റ് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റിന് നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ അല്ലെങ്കിൽ ഈ കർവില് ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചാൽ ആ ടാൻജന്റ് തീർച്ചയായിട്ടും എന്തായിരിക്കും? എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് ടാൻജന്റ് വന്നാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് എഫ് ഡാഷ് ഓഫ് അറ്റ് ദി പോയിന്റ് സി ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സി എന്ന് വിളിക്കും അല്ലേ. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി നമുക്ക് തന്നിരിക്കുന്ന ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന്റെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന ഒരു പോയിന്റിന് ആണ് എന്ത് പറ്റുക? ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം ആകാനായിട്ട് പറ്റുള്ളൂ. ഇനി അതുപോലെ തന്നെ ഇവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരുള്ളൂ. ഈ പോയിന്റിൽ കൂടി വരച്ചാലും ഈ ലൈനും എക്സ് ആക്സിന് പാരലാണ് വരിക. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് അവിടെയും വരിക. അപ്പൊ C1 എന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഈ പോയിന്റ്സിന് മാത്രമേ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വരാൻ പറ്റുള്ളൂ. നോക്കിക്കേ, അപ്പൊ ഇങ്ങനെ ഞാൻ ഈ ഫംഗ്ഷൻ ഇതും കണക്ട് ചെയ്ത് വരയ്ക്കാണ് കേട്ടോ. ഇങ്ങനെ 2 പോയിന്റ്സും കൂടി ഈ ഗ്രാഫിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഈ പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ്? ഈ പോയിന്റ്സില് നമ്മുടെ ഗ്രാഫിന്റെ ഗ്രോത്ത് നോക്കിയ സഡൻ ചേഞ്ച് ആണ് അല്ലെ, അല്ലെങ്കിൽ ഗ്രാഫ് ഷാർപ്പായിട്ട് കണ്ടിരിക്കുക. ആ പോയിന്റ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആ പോയിന്റ്സില് നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സ്, ഇപ്പൊ ഈ പോയിന്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാകും? ഈ പോയിന്റ്സിലും ഫംഗ്ഷനും ഒരു മിനിമം വാല്യൂ ഉണ്ട്. ഇവിടെ ഒരു ലോക്കൽ മിനിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഒരു ഫംഗ്ഷന് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന സി പോയിന്റ്സിലായിരിക്കും, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സിലായിരിക്കും. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാതെ വരുന്ന പോയിന്റ്സോ അല്ലെങ്കിൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സിലോ ആണ് നമ്മുടെ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ ആ പോയിന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ആ പോയിന്റ്സിലാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ത് വരിക? മാക്സിമവും മിനിമവും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വാല്യൂസ് അറ്റൈൻ ചെയ്യുക. ഇനി നോക്കിക്കേ,
ഇനിയിപ്പം എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ 0 ആകുന്നതോ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലാത്തതോ ആയ പോയിന്റ്സിലാണ് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ ഇനിയിപ്പോ അതിനകത്ത് പോയിന്റ്സ് ഈ പറയുന്ന രീതിയിൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് എപ്പോഴും ഗ്രാഫ് വരച്ചിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ ബാക്കി പ്രോപ്പർട്ടീസ് വെച്ച് തന്നെ നമ്മുടെ കയ്യിലുള്ള ക്രിട്ടിക്കൽ പോയിന്റ്സ് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം പോയിന്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കിക്കേ, ഇത് ലോക്കൽ മാക്സിമം ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷനെ കുറിച്ച് എന്ത് പറയാം, അല്ലെങ്കിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എടുത്തിട്ട് ഇവിടെ ഒരു ടാൻജന്റ് ഞാൻ വരച്ചാൽ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? അതായത് നമ്മുടെ എക്സ് ആക്സിസ് തൊട്ട് പോസിറ്റീവ് ഡയറക്ഷൻ ഇങ്ങനെയാണ് സ്ലോപ്പ് ഉണ്ടാക്കുക അല്ലേ. അതുപോലെ തന്നെ ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു കഴിഞ്ഞാല് അത് ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന സ്ലോപ്പ്, ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും തമ്മിലുള്ള വ്യത്യാസം ഇത് പോസിറ്റീവ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ആംഗിൾ ആയിരിക്കും. ഇതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, ഇതിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണ്. ഈ സ്ലോപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഇവിടെ ഗ്രേറ്റർ ദാൻ 0യും ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0യും ആണ്. അപ്പൊ ഞാനിത് കണക്ട് ചെയ്യുന്നത് നോക്കണം കേട്ടോ. എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് ആണ് ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ. അപ്പൊ അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള പോയിന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുക. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് അതിനോട് ലെഫ്റ്റിലും റൈറ്റിലും അതിനോട് ക്ലോസർ ആയിട്ട് നിൽക്കുന്ന പോയിന്റ്സിന്റെ ഡെറിവേറ്റീവിന്റെ സൈൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം പോയിന്റ് ആണോ ലോക്കൽ മിനിമം പോയിന്റ് ആണോ ആ പർട്ടിക്കുലർ പോയിന്റ് എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ടത് എന്താണ്, നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, അതിനോട് ക്ലോസ് ആയിട്ട് അതിന് ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പോയിന്റ്സിന് നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുക. അപ്പം ലെഫ്റ്റിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇതിനെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പം ഈ സിയെ നമ്മൾ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആയിട്ട് എടുക്കും. ഇനി നേരെ തിരിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ വരും, ഇത് ഇവിടുന്ന് ഇങ്ങനെ വരും. അതായത് ഡെറിവേറ്റീവ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആയിരിക്കും. ഇനി സൈൻ ചേഞ്ച് ചെയ്യാതെയും ഇരിക്കാം. സൈൻ ചേഞ്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പോയിന്റിനെ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് വിളിക്കും. പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ. അപ്പൊ നമുക്കിതൊരു തീറമായിട്ട് തന്നെ എഴുതി വെക്കണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളുടെ ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ ലോക്കൽ മിനിമം കണ്ടുപിടിക്കുന്ന ആ ഒരു മെത്തേഡാണിത്. അപ്പൊ ഈ ടെസ്റ്റിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഡെഫിനേഷൻ ഒന്ന് എഴുതി തന്നെ പോകാം. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പൊ നമ്മളുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ I which is continuous at a critical point C. ഇനി ആ ഒരു പർട്ടിക്കുലർ ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ആ പർട്ടിക്കുലർ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണോ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തേത്, ഇതിന്റെ പേര് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഇവിടെ ആണെങ്കിൽ നമ്മുടെ ടാൻജന്റിന്റെ സ്ലോപ്പ് പോസിറ്റീവും ഇങ്ങോട്ട് തിരിച്ചാണ് വരുന്നതെങ്കിൽ ടാൻജന്റിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിട്ടാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഡാഷ് ഓഫ് എക്സ് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് സൈൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂടി വന്നിട്ട് കുറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ. ഇനി നേരെ തിരിച്ച് ഒരെണ്ണം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നേരെ തിരിച്ച് എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് വരുന്നതെങ്കിൽ, അതായത് കുറഞ്ഞു വന്നിട്ട് പിന്നെ കൂടുകയാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് നമ്മുടെ കർവ് എങ്ങനെ ഇരിക്കും, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ സി എന്ന് പറഞ്ഞ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ ആയിരിക്കും. ഇനി ചിലപ്പോൾ നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സിന്റെ സൈൻ ചിലപ്പോൾ രണ്ടിടത്തും പോസിറ്റീവും രണ്ടിടത്തും നെഗറ്റീവും ഒക്കെ വരാം. അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം, പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയാം. വ്യത്യാസമൊന്നും ഇല്ലാത്ത പോയിന്റ് ആണ് എന്ന് പറയാം. ഈ ഒരു രീതിയിലാണ് ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യുക.
അപ്പോൾ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ഒത്ത് പേടിക്കൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. ഇനി ആ എക്സ് വാല്യൂസിൽ നമ്മുടെ ഫംഗ്ഷൻ ഇതിനു മുമ്പ് നമ്മൾ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ചെയ്തില്ലായിരുന്നു. ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ അവിടെ നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും നോക്കണം എന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Find all points of local maxima and minima of the function f given by f of x equal to x cube minus 3x plus 3. ഇപ്പോൾ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ ലോക്കൽ മിനിമയ്ക്ക് വേറൊരു പേരും കൂടി ഉണ്ട്, റിലേറ്റീവ് മാക്സിമ ഓർ റിലേറ്റീവ് മിനിമ എന്ന് പറയും. ലോക്കൽ അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ ചെയ്യേണ്ട കാര്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 3 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അപ്പം 3x² മൈനസ് 3 എന്നുള്ളതാണ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x² മൈനസ് 3 ഈക്വൽ ടു 0 എന്നാണ്. 3x² മൈനസ് 3 ഈക്വൽ ടു 0 എന്നാണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന കാര്യം എന്താണ്? 3x² ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും, അല്ലെങ്കിൽ x² ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും, വിച്ച് ഇംപ്ലൈസ് x² ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. പ്ലസ് ഓർ മൈനസ് √1 ആണ്. √1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫംഗ്ഷനെ കൊണ്ട് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ ഇവിടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത്. This is equal to നമുക്ക് 3 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ x² മൈനസ് 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 3 ഇൻറ്റു x² മൈനസ് 1² എന്ന് എഴുതാം അല്ലേ. x² മൈനസ് 1² എന്ന് പറഞ്ഞാൽ a² മൈനസ് b² എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണ്. അപ്പൊ നമുക്കിവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 1 ആണുള്ളത്. അപ്പൊ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. അപ്പൊ ഇതാണ് നമുക്ക് സൈൻ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് കുറച്ചും കൂടി നല്ലത്. അപ്പൊ സൈൻ ചെക്ക് ചെയ്യേണ്ടത് ഏതൊക്കെ പോയിന്റ്സ് അല്ല. അപ്പൊ നമ്മുടെ ഫംഗ്ഷനിൽ 2 ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണുള്ളത്, അല്ലെങ്കിൽ സി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ആ 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? എക്സ് ഇസ് ഈക്വൽ ടു 1ഉം എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1ഉം. ഇനി നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഇതിനകത്ത് നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് എക്സ്. ആദ്യമേ ഓഫ് എക്സ്. അപ്പൊ നമുക്ക് 2 വാല്യൂസ് ആണുള്ളത്. ഒന്നാമത്തേത് 1, രണ്ടാമത്തേത് -1. പക്ഷെ ഇവിടെ തന്നെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ടു ദ ലെഫ്റ്റും ടു ദ റൈറ്റും. അപ്പൊ ആദ്യമേ 1 -1. ഇനി ഇവിടെ നമുക്ക് വേണ്ടത് സൈൻ ഓഫ് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഏതാണെന്നും കൂടി നമുക്ക് എഴുതേക്കാം. 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1ന്റെ സൈൻ എന്ത് സംഭവിക്കും? ഇനി നോക്കണം, 1നോട് ക്ലോസ് ആയിട്ട് 1ന്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള കുറച്ച് പോയിന്റ്സ്. അപ്പൊ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ക്ലോസ് ടു 1. അപ്പൊ നമ്മൾ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് കേട്ടോ. വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. നമുക്ക് 2 പോയിന്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ 1 -1. ഇനി നമുക്ക് വേണ്ടത് ക്ലോസ് ടു 1. ഇനി ഇവിടെ നമ്മൾ 2 ഡിവൈഡ് ചെയ്യാണ്. ടു ദി ലെഫ്റ്റ് ടു ദി റൈറ്റ്. അതായത് 1ന്റെ ലെഫ്റ്റില് 1ന്റെ റൈറ്റിലുള്ള പോയിന്റ്സ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർഡറിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ -1നും ടു ദി ലെഫ്റ്റ് ടു ദി റൈറ്റ്. ഇനി നമുക്കറിയാം 1ന്റെ ലെഫ്റ്റിലുള്ള പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ്? 1നേക്കാൾ ചെറുതാണ് അല്ലെ. അപ്പൊ 1നേക്കാൾ ചെറിയ ഒരു വാല്യൂ എക്സിന് ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പം നമ്മുടെ ഈ ഫംഗ്ഷന്റെ സൈനിന് എന്ത് സംഭവിക്കും നോക്കിയാൽ മതി. വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 3 ഇൻറ്റു എക്സ് പ്ലസ് 1. അപ്പൊ ഇവിടെ 1ന്റെ ലെഫ്റ്റിലുള്ള വാല്യൂ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ന്റെ ലെഫ്റ്റിൽ 1നോട് ക്ലോസർ ആയിട്ടുള്ളതാണ് കേട്ടോ. 1ന്റെ തൊട്ടടുത്തുള്ളത് 0.9 അതിനിടയ്ക്കുള്ള വാല്യൂസ് ആണ്. അപ്പൊ അതെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണെങ്കിലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടുന്നുള്ളൂ.
ഒരിക്കലും നെഗറ്റീവിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? എക്സിന്റെ വാല്യൂ 1നേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും എന്തേ കിട്ടുള്ളൂ? ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, പോസിറ്റീവ് ക്വാണ്ടിറ്റി ഇൻറ്റു ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലെസ് ദാൻ 0 ആണ് കിട്ടുക. മനസ്സിലായോ? 1ന്റെ ലെഫ്റ്റിലുള്ള ഒരു പോയിന്റ് നമുക്ക് 0.9 തന്നെ അങ്ങ് എടുക്കാം. 0.9 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.9 പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. ഇത് 0.9 മൈനസ് ആണെന്ന് പറഞ്ഞാൽ മൈനസ് 0.1 ആണ് കിട്ടുക. അപ്പൊ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി. പോസിറ്റീവ് ക്വാണ്ടിറ്റി നെഗറ്റീവ് ക്വാണ്ടിറ്റി കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലെസ് ദാൻ 0. അപ്പൊ ഇവിടെ സൈൻ എന്തായി? ലെസ് ദാൻ 0 ആയി. ഇനി രണ്ടാമത്തെ ഭാഗം, അതായത് 1ന്റെ റൈറ്റിലുള്ള ഒരു പോയിന്റ്, 1ന്റെ റൈറ്റിലുള്ള പോയിന്റ് എന്ന് പറയുമ്പോൾ 1.1 തന്നെ നമുക്ക് എടുക്കാം. അപ്പം അത് 1ന്റെ വാല്യൂ അതെന്തായാലും ഈ ഭാഗം പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി എക്സിന്റെ വാല്യൂ 1.1 എടുത്തു കഴിഞ്ഞാൽ 1.1 മൈനസ് 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? ആ 0.1 ആണ് വരിക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? വീണ്ടും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പൊ 1ന്റെ റൈറ്റിലുള്ള ഏത് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഭാഗം എന്തായി പോകും? പോസിറ്റീവായിട്ട് വന്നോളും. കാരണം നമ്മൾ 1 ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനേക്കാൾ ഒരു കുഞ്ഞു ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇടുന്നൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പൊ ഇവിടെ പോസിറ്റീവ് ഇൻറ്റു അന്നർ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഗ്രേറ്റർ ദാൻ 0 കിട്ടുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ 1ന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള പോയിന്റ്സ് എടുത്ത് നമ്മൾ f ഡാഷ് ഓഫ് എക്സ് എന്താണ് സംഭവിക്കാന്ന് നോക്കി. ഇപ്പൊ നമ്മുടെ സൈൻ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ചെയ്തിരിക്കുന്നത്? ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് സൈൻ ചെയ്തിരിക്കുന്നത്, അതിന്റെ സൈൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? നെഗറ്റീവ് ടു പോസിറ്റീവ് അല്ലെ? അതായത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൂടെ എഴുതിയേക്കാം, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഇവിടെ സൈൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ദിസ് ഈസ് എ പോയിന്റ് ഓഫ് ലോക്കൽ മിനിമ. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ കൺക്ലൂഷൻ എഴുതാം. ഇവിടെ തന്നെ നമുക്കൊന്ന് കൺക്ലൂഷൻ എഴുതി പോകാം. x equal to 1 is a point of local minimum. A point of local minimum. ഇനി അതുപോലെ തന്നെ -1ന്റെ കാര്യം നമ്മൾ നോക്കണം. -1ന്റെ ലെഫ്റ്റിലുള്ള പോയിന്റ്, -1ന് തൊട്ട് ലെഫ്റ്റിലുള്ള പോയിന്റ് ഏതാണ്? -1.1 ആണ്. അപ്പൊ മറന്നു പോകരുത്, മൈനസും പോസിറ്റീവും വരുമ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ -1.1 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, -1.1 പ്ലസ് 1 ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു നെഗറ്റീവ് കിട്ടും. ഇൻറ്റു വീണ്ടും ഇവിടെ എക്സിന് മൈനസ് ആണ് എടുക്കുന്നത്. അപ്പൊ അവിടെ വീണ്ടും തന്നെ ഇട്ട നെഗറ്റീവ് തന്നെ ഉണ്ട്. അപ്പൊ നെഗറ്റീവ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആണ്. അപ്പൊ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. ഇനി -1ന്റെ ലെഫ്റ്റിലുള്ളത് എന്താണ്? -1ന്റെ ലെഫ്റ്റിലുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു. -1ന്റെ റൈറ്റിലുള്ളത് 0യിലേക്കാണ് വരേണ്ടത് അല്ലെ? ഇപ്പൊ കുറഞ്ഞു വരുവാണ് ചെയ്യേണ്ടത്. ക്വാണ്ടിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യേണ്ടത്. അപ്പൊ -0.9 ആണ് വരിക. -0.9 ഇവിടെ എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ -0.9 പ്ലസ് 1 വരുമ്പം ഇവിടെ എന്ത് വരും? ഇവിടെ പോസിറ്റീവ് തന്നെയാണ് വരുള്ളൂ. പോസിറ്റീവ് ഇൻറ്റു ഇവിടെ എന്ത് മൈനസ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഭാഗം നെഗറ്റീവായിട്ട് തന്നെ നിൽക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലെസ് ദാൻ 0. അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? പോസിറ്റീവ് ടു നെഗറ്റീവ് സൈൻ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? x is equal to -1. X is equal to -1 is a point of local maxima. ഇത് മാറിപ്പോകരുത് കേട്ടോ. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് സൈൻ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആ പർട്ടിക്കുലർ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമ ആയിരിക്കും. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ ലോക്കൽ മിനിമ ആയിരിക്കും. അപ്പൊ നമ്മളുടെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമയും പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആദ്യമേ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? പോയിന്റ് ഓഫ് ലോക്കൽ മിനിമയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore the point of local minimum value of f എന്ന് പറയുന്നത് എന്താണ്? f of 1 ആണ്. f of 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര കിട്ടുക? ഇവിടെ ഫംഗ്ഷനില് x equal to 1 കൊടുക്കുക. അപ്പൊ നമുക്ക് 1³ - 3 × 1 + 3
which is equal to 1 minus 3 plus 3 which is equal to 1. നമ്മുടെ ഫംഗ്ഷന്റെ ലോക്കൽ മിനിമം വാല്യൂ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ പോയിന്റ്, രണ്ടും നമുക്ക് ഒരെണ്ണം ലോക്കൽ മിനിമം ആണെങ്കിൽ ഒരെണ്ണം മാക്സിമം ആണെങ്കിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഇവിടെ കണ്ടീഷൻ അനുസരിച്ച് ഇത് പോയിന്റ് ഓഫ് ലോക്കൽ മിനിമം ആണ്. അതുകൊണ്ട് നമുക്ക് ലോക്കൽ മിനിമം വാല്യൂ ആ പോയിന്റിൽ കിട്ടി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം എന്ന് പറയുന്നത് x is equal to -1 ആയതുകൊണ്ട് ലോക്കൽ മാക്സിമം വാല്യൂ ഓഫ് എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഫ് ഓഫ് -1 which is equal to -1 cube minus 3 into -1 plus 3 which is equal to -1ന്റെ ക്യൂബ് നമുക്കറിയാം -1 തന്നെയാണ്. 3 -3 -1 എന്ന് പറയുമ്പോൾ +3 വരും. പ്ലസ് ഇവിടെ കിടക്കുന്ന ഒരു 3 which is equal to 3യും 3 കൂടെ കൂട്ടുമ്പോൾ 6 ഉണ്ട്. 6 minus 1 5. അപ്പൊ ലോക്കൽ മാക്സിമം വാല്യൂ 5 എന്നും ലോക്കൽ മിനിമം വാല്യൂ 1 എന്നും കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 6x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5. അപ്പൊ ഇതിന്റെ ലോക്കൽ മാക്സിമം മിനിമം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാം. അപ്പൊ ഏറ്റവും ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നമുക്കറിയാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ആദ്യമേ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 2 into x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2 into 3 6 ആണ്. 6 എക്സിന്റെ പവർ 1 കുറയ്ക്കുക. അപ്പൊ 6x സ്ക്വയർ മൈനസ് 12x പ്ലസ് 6 എന്ന് കിട്ടും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ ഇംപ്ലൈസ് നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ് കൂടെ ചെയ്തിട്ട് നോക്കി. എല്ലാത്തിനകത്ത് 6 കോമൺ ആണ് അല്ലേ? അപ്പൊ നമുക്ക് 6 into x സ്ക്വയർ മൈനസ് ഇവിടുന്ന് 6 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് 2x പ്ലസ് 1 എന്ന് എഴുതാം. ഇതെന്താന്ന് നോക്കിക്കേ. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ x മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 6 into x minus 1 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 6 into x minus 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ട് സൊല്യൂഷൻസ് ഉള്ളത് ഏതൊക്കെയാണ്? x minus 1 is equal to 0 എന്ന് പറഞ്ഞാൽ x is equal to 1. അപ്പൊ x is equal to 1 എന്ന് പറയുന്നതാണ് ഇതിന്റെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഇനി നമുക്ക് നോക്കിക്കേ, 1 എന്ന് പറയുന്ന പോയിന്റിലും നമ്മുടെ ഡെറിവേറ്റീവിന്റെ സൈൻ ഇതിന്റെ ടു ദ ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും 1ന്റെ ലെഫ്റ്റിൽ നിന്നാണെങ്കിലും റൈറ്റിൽ നിന്നാണെങ്കിലും പോയിന്റ് എടുത്ത് നമ്മുടെ ഡെറിവേറ്റീവിൽ കൊടുത്താൽ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമോ? നോക്കിക്കേ, ഫംഗ്ഷന്റെ വാല്യൂ അല്ല, ഫംഗ്ഷന്റെ സൈൻ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ ഉള്ളത് 6 into എന്തോ ഒരു ക്വാണ്ടിറ്റിയുടെ സ്ക്വയർ ആണ്. അപ്പൊ 6 പോസിറ്റീവ് ആണ്. ആ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അതും എന്തേ വരുള്ളൂ? അപ്പൊ പോസിറ്റീവ് ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് എക്സിന്റെ ലെഫ്റ്റിലും റൈറ്റിലുള്ള പോയിന്റ്സ് എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നമ്മുടെ ഡെറിവേറ്റീവിന്റെ സൈൻ ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു 1 is a point of inflection. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്ഷനിൽ നിന്ന് വരിക. അപ്പൊ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടതെന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ആ പോയിന്റ്സിന്റെ എല്ലാം ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള വാല്യൂസ് എടുത്ത് നമ്മുടെ ഡെറിവേറ്റീവിൽ കൊടുത്താൽ നമ്മുടെ ഡെറിവേറ്റീവിന്റെ സൈൻ ചേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്നൊന്ന് നോക്കുക. അതിനെ വെച്ചിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ കിട്ടിയിരിക്കുന്നത് ഐഡന്റിഫൈ ചെയ്യുക. ആ പോയിന്റ്സിൽ ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് ലോക്കൽ മാക്സിമവും ലോക്കൽ മിനിമവും വാല്യൂസ് ഓഫ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. ഇപ്പൊ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അടുത്ത സെക്ഷനിൽ ഇതിന്റെ അടുത്ത പോർഷനുമായിട്ട് അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.